യുദ്ധം ലക്ഷ്യമല്ലെന്ന് പറഞ്ഞു പുടിൻ മുതൽ റഷ്യൻ മാധ്യമ ലോകം വരെ. എന്നിട്ട് നേരെ ചെന്നു പൂർണ്ണ യുദ്ധത്തിലേക്ക്. രാഷ്ട്രീയ കാർട്ടൂണുകളും കാർട്ടൂണിൻ്റെ രാഷ്ട്രീയവും. ഇല്ല, ഹിംസ നിറഞ്ഞ ലോകത്തും നന്മ വറ്റിയിട്ടില്ല. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. വീണ്ടും യുദ്ധം. കിഴക്കൻ യൂറോപ്പിലെ യുക്രൈൻ്റെ ഭാവി അന്നാട്ടുകാരുടെ കയ്യിലല്ല. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം നടന്നിരിക്കുന്നു. മുൻപ് സോവിയറ്റ് യൂണിയനിലായിരുന്ന യുക്രൈൻ ആ സാമ്രാജ്യം ശിഥിലമായതോടെ സ്വതന്ത്ര രാജ്യമായി. ഇന്ന് അതും ഒരു പോർമുഖം. യുക്രൈൻ്റെ പടിഞ്ഞാറൻ പ്രദേശക്കാർ യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സൈനിക സഖ്യത്തിലും ചേരാൻ ആഗ്രഹിക്കുന്നു. കിഴക്കുള്ളവർക്ക് റഷ്യയോടാണ് ആഭിമുഖ്യം. ഇത് റഷ്യക്കും US-നും ഇടപെടാൻ അവസരമാകുന്നു. റഷ്യ ഒരു അധിനിവേശത്തിന് ഒരുങ്ങുന്നതായി അമേരിക്കൻ പക്ഷം ആരോപിച്ചു വന്നു. അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് റഷ്യ ചെയ്തത് സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇടക്ക് അയയുന്നതായി തോന്നിച്ചു. 10 ദിവസം മുൻപ് വാർത്താ തലക്കെട്ടുകൾ യുദ്ധഭീതി ഒഴിയുന്നു എന്നായിരുന്നു. യുദ്ധഭീതി മാറുന്നു, റഷ്യൻ സേന പിന്മാറുന്നു, സംഘർഷം അയയുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമായിരുന്നില്ല. റഷ്യൻ പക്ഷക്കാർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് ആരോപിച്ചാണ് പുടിൻ സൈനിക വിന്യാസം തുടങ്ങിയത്. അത് വെറും പ്രചാരണം. യുക്രൈനെ റഷ്യയിൽ നിന്ന് പ്രതിരോധിക്കാൻ ഒരുങ്ങുന്ന ഈ വനിതകൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. അവർക്ക് പുടിനെ വേണ്ട. Я работала обычным менеджером, но сейчас я решила, что нужно все-таки защитить нашу страну, свой дом, свою семью. Просто в последнее время мы слышим, что велике скупчення військ около наших границ и велика опасность очередного вторжения, поэтому, конечно, не хочется убегать, и я не собираюсь покидать свой любимый Харьков, а значит, нужно его защитить. പുടിൻ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാം എന്ന ചോദ്യം പോലെ പ്രധാനമാണ് അമേരിക്കൻ പക്ഷത്തിൻ്റെ വിശ്വാസ്യത എത്ര എന്നത്. യുക്രൈനിലെ വിഘടിത പ്രദേശങ്ങളെ സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിച്ച പുടിൻ്റെ നടപടി തങ്ങൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമായിരുന്നു. President Putin has told a televised meeting of his Security Council that Ukraine is being used as a tool against Russia, presenting a major and dangerous threat to his country. He made the remarks in a rare public gathering with his ministers and security officials. Mr. Putin also asked the meeting to consider an appeal for recognition by the 2 breakaway regions of Ukraine controlled by Russian-backed separatists. ഇതിനൊപ്പം സൈനിക പ്രകടനങ്ങളും. While he's got the world's attention, President Putin is flexing his military muscles. Drills at the weekend may be only war games, but fear is still growing in the West that Russia's army is preparing for something real and imminent in Ukraine. The US have proposed talks between the two presidents to try to avoid that scenario. ചർച്ച ചെയ്യാമെന്ന് US പ്രസിഡന്റ് ബൈഡൻ പറയാതെയല്ല. യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് റഷ്യയും പറഞ്ഞു. ജനം ഏതായാലും സംഘർഷഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞുപോക്ക് തുടങ്ങി. Families in the separatist areas packed up their lives and bundled onto buses within hours, told to evacuate, that Ukraine may attack. That's strongly disputed by Ukraine and the West, who fear it's Russia that are trying to create a false crisis to justify an offensive. Some, like a Katarina and 6-month-old Miroslav, found shelter in a sports hall for a night. സ്വതന്ത്ര പ്രദേശങ്ങളായി റഷ്യ പ്രഖ്യാപിച്ച ഡൊണേസ്കിലും ലുഹാൻസ്കിലും വിഘടിതർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അങ്ങോട്ട് സുരക്ഷാ ദൗത്യത്തിനെന്ന് പറഞ്ഞാണ് റഷ്യൻ സൈന്യം ചെല്ലുന്നത്.
ലോകം ഇതിനെ അധിനിവേശമായും കാണുന്നു. പ്രചാരണമാണ് വിഷയം, വസ്തുതകളല്ല. 2 ആണവ ശക്തികളുടെ പടനീക്കം, പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ പുടിനെ അധിക്ഷേപിച്ചുള്ള തലക്കെട്ടുകൾ, അമേരിക്കയും മറ്റും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നു. യുക്രൈൻ രൂപം കൊണ്ടിട്ട് 30 വർഷമായി. പുടിൻ റഷ്യൻ നേതൃത്വത്തിലെത്തിയിട്ട് 20 വർഷവും. ചർച്ചയ്ക്കും സമവായത്തിനും കിട്ടിയ ഈ കാലം അത്രയും അമേരിക്കയും യൂറോപ്പും ഒന്നും ചെയ്തില്ല എന്നതും വീഴ്ചയായി. As if this is coming out of nowhere. The West has had some 30 years to come to terms with it, 20 years of Putin, and it has failed utterly to engage. As Putin said, you didn't listen to us then, and now he's no doubt saying it, listen to us now. റഷ്യക്കും അമേരിക്കക്കും ഐക്യരാഷ്ട്ര സഭയ്ക്കും യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ പിടിവിട്ടു എന്ന് കാണുമ്പോൾ മാത്രമാണ് ഉത്കണ്ഠയും വേവലാതിയും. റഷ്യക്കിത് സ്വയം രക്ഷ, അമേരിക്കക്ക് അധിനിവേശം. വിഷയം പ്രചാരണത്തിൻ്റേത് തന്നെ. യുദ്ധത്തിൽ സത്യത്തിന് വിലയില്ല, പ്രചാരണമാണെല്ലാം. അൽ ജസീറയിൽ റിച്ചർഡ് ഗിസ്ബർട്ട് 1-2 ഉദാഹരണങ്ങൾ പറയുന്നു. പുടിൻ യുക്രൈനിലേക്ക് പട്ടാളത്തെ അയച്ചു. അതേസമയം സമാധാന ശ്രമം നടത്തുന്നു എന്ന് തോന്നിപ്പിക്കാൻ വിദേശമന്ത്രി ലാവ്റോവുമായി കൂടിയിരുന്ന് ഫോട്ടോ എടുത്ത് വാർത്തയാക്കി. There was Russian President Vladimir Putin and his foreign minister Sergei Lavrov, an alleged meeting designed to convince audiences that Russia, with all those troops piled up on its border with Ukraine, was in fact trying to be diplomatic. Воно виглядало трошки незграбно. It looked a bit clumsy, starting from the distance they were talking at, Lavrov and Putin, pushing the Americans to concessions, pushing them so that Washington and the EU would satisfy the Russian conditions. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്ക സ്വീകരിക്കാത്തതാണ് പ്രശ്നമെന്ന് വരുത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അമേരിക്കയിലാകട്ടെ വിദേശകാര്യ വക്താവ് നെഡ് പ്രൈസിന്റെ വക തെളിവില്ലാത്ത ആരോപണങ്ങൾ. There is also some stagecraft coming out of Washington. The United States has information that Russia is planning to stage fabricated attacks by Ukrainian military or intelligence forces as a pretext for a further invasion of Ukraine. Including that allegation, based on American intelligence reports, that the Russians were planning a false flag operation. അമേരിക്ക ആരോപണം ഉന്നയിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ചാണ്. ഇതേ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞാണ് 2 പതിറ്റാണ്ട് മുൻപ് ഇറാഖിനെതിരെ കള്ളങ്ങൾ ഇറക്കി ലോകത്തെ കബളിപ്പിച്ചത്. The same US State Department that roughly 20 years ago cited intelligence reports on Saddam Hussein's supposed weapons of mass destruction as evidence to justify invading Iraq, now citing similar sources when it briefs reporters on Ukraine. In 2003, most of the US media swallowed the lie about WMDs. A despotic regime that had the intention to develop weapons of mass destruction, had weapons of mass destruction, used weapons of mass destruction. This time around, American journalists are far more skeptical. You don't have any evidence to back it up other than what you're saying. പണ്ട് പറഞ്ഞ നുണകൾ മാധ്യമങ്ങളിലൂടെ അമേരിക്കക്കെതിരെ തിരിച്ചടിക്കുന്നുണ്ട് എന്നുവെച്ച് കള്ളങ്ങൾ ഇറങ്ങാതിരിക്കുന്നുമില്ല. And we've had claims over this entire Ukraine crisis where US officials and anonymous intelligence officials have told journalists that a Russian invasion is imminent, and those warnings have not materialized. 2014 റഷ്യ യുക്രൈനെ കടന്നാക്രമിച്ചപ്പോൾ റഷ്യ പരത്തിയ നുണകളും പിന്നീട് പൊളിഞ്ഞു. റഷ്യൻ TV ചാനലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു കള്ളം യുക്രൈനിലെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നായിരുന്നു. Россия не может не остановить эту войну. Не может. Мы что должны ждать? Пока там будут концлагеря? Пока они газом будут травить свое население? നാറ്റോ സഖ്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. റഷ്യയ്ക്ക് ചുറ്റും ആ സഖ്യം രൂപം കൊള്ളുന്നു. ഇത് സുരക്ഷാ പ്രശ്നമെന്ന് റഷ്യ. മറുവശത്ത് ഒപ്പിട്ട ഉടമ്പടികൾ പോലും ലംഘിച്ച ചരിത്രവും അവർക്കുണ്ട്. റഷ്യൻ മാധ്യമങ്ങൾ ആ ഭാഗം മൂടിവെക്കും. മറ്റു മാധ്യമങ്ങളെപ്പോലെയല്ല റഷ്യയിലെ TV ചാനലുകൾ പുടിന് വിധേയരാണ്. That is yet another angle. Treaty violations you will not see covered on Russian television.
And that is the ace that Vladimir Putin holds in this information war. His country produces some quality, oppositional, even Nobel Prize-winning journalism, in print and online. But the television sector remains firmly under the Kremlin's control. യഥാർത്ഥ യുദ്ധം പോലെ വ്യക്തമായിരിക്കില്ല പ്രചാരണ യുദ്ധം. അതിൽ വസ്തുത ചികഞ്ഞെടുക്കുക എളുപ്പമല്ല. ഇറാഖിനെ പറ്റി നുണ പറഞ്ഞ അമേരിക്കയെ വിശ്വസിക്കാമോ? മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമല്ലാത്ത റഷ്യയുടെ വീക്ഷണം അപ്പടി സ്വീകരിക്കാമോ? സർവ്വ ആയുധങ്ങളുമായി ചെന്നിട്ട് യുക്രൈനോട് എന്നെ പ്രകോപിപ്പിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തുന്ന പുടിനെ വിശ്വസിക്കാനാകുമോ? ചർച്ചകൾക്ക് മറ്റുള്ളവർ കാത്തിരിക്കണം, ഞങ്ങൾ തീരുമാനിച്ച പോലെ ചെയ്യും എന്ന പുടിന്റെ ഭാവം കാണാതിരിക്കാൻ പറ്റാത്തത്ര വ്യക്തമാണ് താനും. യുദ്ധം സാധാരണ മനുഷ്യർ ഇഷ്ടപ്പെടില്ല. എല്ലാ നിലക്കും അവർക്കത് നഷ്ടമാണ്. എന്നാൽ അതിൽ താല്പര്യമുള്ളവരാണ് ഭരണകൂടങ്ങളും ആയുധ വ്യവസായികളും ഇവരോട് ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങളും. യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ആഗോള മാധ്യമങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുമാണ്. അതേസമയം അനുരഞ്ജന ശ്രമങ്ങൾക്ക് പകരം യുദ്ധത്തിനനുകൂലമായി പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ ഇറാഖ് യുദ്ധത്തിലെന്ന പോലെ ഇപ്പോഴും കുറേ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ശരിയുമുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു മുഖം മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഇൻഫർമേഷൻ വാർ ആണ് എന്നത് മാത്രമല്ല കാര്യം. റഷ്യൻ മാധ്യമങ്ങൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഔദ്യോഗിക മാധ്യമങ്ങൾ കുറേയായി യുക്രൈൻകാരെ നാസികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, യുക്രൈനെ ശത്രുരാഷ്ട്രമായിട്ടും. തീവ്ര നിലപാടുകാരാണ് ചാനൽ ചർച്ചകളിൽ വരുന്ന പലരും. തീക്ഷ്ണമായ കുപ്രചരണങ്ങൾ റഷ്യൻ മാധ്യമങ്ങളിലൂടെ നടന്നു. ഇറാഖിൽ അമേരിക്കൻ പക്ഷം ചെയ്ത പോലെ യുക്രൈനെതിരെ വ്യാജ ആരോപണങ്ങൾ റഷ്യ പ്രചരിപ്പിച്ചതായി പറയുന്നു. ചിലത് വ്യാജമെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഒരു ഭീകരാക്രമണം, രാസായുധ പ്രയോഗത്തെപ്പറ്റിയുള്ള വീഡിയോ തുടങ്ങി കുറേ എണ്ണം വ്യാജമെന്ന് തുറന്നു കാട്ടപ്പെട്ടു. മറുവശത്ത് പടിഞ്ഞാറൻ മാധ്യമങ്ങളും വിമർശിക്കപ്പെടുന്നു. പ്രസിദ്ധമായ ബ്ലൂംബർഗ് ഫെബ്രുവരി 5 തന്നെ റഷ്യ യുക്രൈനെ ആക്രമിച്ചതായി വാർത്ത കൊടുത്തു, പിന്നീട് തിരുത്തുകയായിരുന്നു. മറ്റു ചില കണക്ക് കൂടി. അമേരിക്കയിലെ 3 പ്രമുഖ പത്രങ്ങളിൽ യുദ്ധത്തിനനുകൂലമായി വന്ന ലേഖനങ്ങളാണ് ചാർട്ടിൽ നീല നിറത്തിൽ, സമാധാനത്തിനു വേണ്ടി നിലകൊണ്ടവ ചുവപ്പിൽ. യുദ്ധാഹ്വാനമായിരുന്നു 3 പത്രങ്ങളിലും കൂടുതൽ എന്നർത്ഥം. സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കണമെന്ന് വാദിക്കുന്ന ലേഖനങ്ങൾ അരുത് എന്ന് പറയുന്നവയുടെ എത്രയോ ഇരട്ടിയായിരുന്നു. ചില മാധ്യമ സ്ഥാപനങ്ങൾക്കെങ്കിലും ആയുധ നിർമ്മാണ കമ്പനികളുമായി കോർപ്പറേറ്റ് തല ബന്ധമുണ്ട്. ജനുവരിയിൽ 2 കമ്പനികൾ നല്ല സന്തോഷത്തോടെ തുറന്നു പറഞ്ഞു യുദ്ധം ആയുധ കച്ചവടത്തിന് വളരെ നല്ലതാണ് എന്ന്. റെയ്തിയോൺ, ലോക്ഹീഡ് മാർട്ടിൻ എന്നീ കമ്പനികളാണ് ആവേശപൂർവ്വം യുദ്ധത്തെ വരവേൽക്കുന്നത്. റഷ്യക്കാകട്ടെ മുൻപേ നിലനിൽക്കുന്ന മാധ്യമ സെൻസർഷിപ്പ് കടുപ്പിക്കാൻ യുദ്ധവും ഒരവസരമാകും. പുടിൻ്റെയും കൂട്ടാളികളുടെയും അഴിമതി തുറന്നുകാട്ടിയ പ്രോആക്ട് എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തെ റഷ്യൻ സർക്കാർ കഴിഞ്ഞ വർഷം അനഭിമതരായി പ്രഖ്യാപിച്ചിരുന്നു. Series of investigative bombshells that have exposed Russian officials, revealing rampant corruption in Vladimir Putin's inner circle and beyond. We tried to touch the most tabooed, the most underreported topics. We did a series of articles on the secret families of Russian top-rank officials. First was Mr. Putin. It was a story on his secret wife and his previously unknown daughter. We established that they have really enormous wealth. This story, it was like a big bomb in Russia. So we don't know for sure what was the immediate story which made them angry, but I guess all of them. അതെ, വിവരവിനിമയ ലോകത്ത് കൂടിയാണ് യുദ്ധം നടക്കുന്നത്. കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതും നേരാകണമെന്നില്ല. യുദ്ധത്തിൽ സത്യമാണ് ആദ്യം മരിക്കുക എന്ന പ്രസ്താവനയ്ക്ക് 1 നൂറ്റാണ്ട് പഴക്കമുണ്ട്. ഇന്ന് അസത്യത്തിന് ശക്തിയും വ്യാപ്തിയും കൂടിയിരിക്കുന്നു. യുദ്ധത്തെക്കാൾ വലിയ പ്രചാരണ യുദ്ധത്തിൻ്റെതാണ് ഈ സത്യാനന്തര കാലം.